ഇനി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മായമില്ലാതെ ശുദ്ധമായ നെയ്യ് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളെല്ലാവരും വീട്ടിലെ രാവിലത്തെ ഉപയോഗത്തിന് ശേഷം മിച്ചം വരുന്ന പാൽ ഫ്രിഡ്ജ് വെക്കുമല്ലോ. വൈകുന്നേരം ആ പാല് തിളപ്പിക്കുന്നതിന് മുമ്പ് അതിലെ പാട ഒരു അരിപ്പ കൊണ്ട് നന്നായി അരിച്ച് ഒരു വലിയ കണ്ടെയ്നറിലേക്ക് മാറ്റുക. ശേഷം ആ കണ്ടെയ്നർ നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുക. ആ കണ്ടെയ്നർ നിറയുന്നത് വരെ എല്ലാ ദിവസവും ഈ പ്രോസസ്സ് തുടരുക. ആ കണ്ടെയ്നർ നിറയുമ്പോൾ അതെടുത്ത് 4-5 മണിക്കൂർ പുറത്ത് വയ്ക്കുക. തണുപ്പ് അത്യാവശ്യം മാറിക്കഴിയുമ്പോൾ ഒരു ജാറിലേക്ക് 4-5 സ്പൂണ് എടുക്കുക. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് കറക്കുക. കറക്കിയതിന് ശേഷം ഒരു ക്രീം രൂപത്തിലാണ് കാണുന്നതെങ്കിൽ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നന്നായി കറക്കുക. കറക്കിയതിന് ശേഷം ഈ ഒരു രൂപത്തിൽ എത്തുമ്പോൾ മിക്സി ഓഫ് ചെയ്ത് ഈ മിശ്രിതം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ മിച്ചമുള്ള പാൽപ്പാടയും നേരത്തെ കാണിച്ചതുപോലെ ചെയ്ത് ആ പാത്രത്തിലേക്ക് മാറ്റുക. 2-3 പ്രാവശ്യം കൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാം. അതിനുശേഷം ഒരു പ്ലാവില കൊണ്ട് നമുക്ക് ആ മിക്സ് വേറൊരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റാം. അതിനുശേഷം ആ മിക്സ് നമുക്ക് ഒരു 2-3 തവണ നന്നായി കഴുകണം. 1 മാസം കൊണ്ടൊക്കെ നമുക്ക് ഒരു കണ്ടെയ്നർ പാൽപ്പാട കിട്ടുകയുള്ളൂ. അതിലെ പുളിപ്പും മറ്റും മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ നന്നായി കഴുകുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിൽ ചെറുതീയിൽ ചൂടാക്കുക. കുറച്ചു നേരം കൊണ്ട് നമുക്കത് ഉരുകി തിളച്ച് മറിയുന്നത് കാണാൻ സാധിക്കും. നന്നായി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു പാത്രത്തിൽ ഒരു തുണി ഊരിപ്പോവാത്ത വിധത്തിൽ റബ്ബർ ബാൻഡ് കൊണ്ട് നന്നായി കെട്ടുക. നെയ്യുടെ മട്ടിന് നമ്മൾ മക്കൻ എന്നാണ് പറയുന്നത്. മക്കൻ ബ്രൗൺ നിറമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ചീനച്ചട്ടി നമുക്ക് വാങ്ങാവുന്നതാണ്. അതിനുശേഷം നന്നായി അരിച്ചെടുക്കുക.
തുണി അഴിച്ചു മാറ്റിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ശുദ്ധമായ നെയ്യാണ്. ചൂട് നെയ്യ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഒരു തടിക്കഷ്ണം വെക്കണം, ഇല്ലെങ്കിൽ ചൂട് കാരണം കുപ്പി പൊട്ടാൻ സാധ്യതയുണ്ട്. രണ്ട് ദിവസം ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശുദ്ധമായ നെയ്യ് നല്ല മഞ്ഞ നിറത്തിൽ സെറ്റാവും. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.